ഹായ് നമസ്കാരം. ഏകദേശം ഒരു മാസം ഗ്യാപ്പായി എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. ആദ്യമേ ക്ഷമ ചോദിച്ചതുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് സംസാരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ നായകനായി തിയേറ്ററുകളിൽ റിലീസായ മാർക്കോ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊള്ളട്ടെ. മൂവി ഒരു പക്ക എ സർട്ടിഫൈഡ് മൂവിയാണ്. അതായത് ഈ സിനിമയ്ക്ക് മനസ്സിന് ശക്തിയില്ലാത്ത ആൾക്കാരോ കുഞ്ഞുങ്ങളോ ആരും തന്നെ, അല്ലെങ്കിൽ കുടുംബം, അങ്ങനെയുള്ള ഒരു സിനിമ എന്നുള്ള കൺസെപ്റ്റിൽ ആരും തിയേറ്ററിലേക്ക് പോകരുത്. ഒരു ബ്രൂട്ടലി ഹെവി വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമയാണ് മാർക്കോ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സിനിമയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുമയാർന്ന സംഭവമൊന്നുമല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷേ ആ ഒരു സാധനത്തിനെ മേക്കിംഗ് കൊണ്ട് പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഹനീഫ് അദേനിയും. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈല് പൊതുവേ നല്ല രസമുള്ളൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാം കൂടി ചേർന്ന് ഒത്തുവന്ന ഒരു ബ്യൂട്ടിഫുൾ പാക്കായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് മുഴുവൻ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ട്. അതും വലിയ ലാഗൊന്നും ഇല്ലാണ്ട് അത്ര ബോറല്ലാത്ത രീതിയിൽ അവർ പറഞ്ഞു പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് മുതൽക്ക്, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിനോടടുത്ത് മുതൽക്ക് പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ് വരെയും ചോരക്കളമാണ്. അതാണ് സിനിമയുടെ ഒരു പാറ്റേൺ. അത്ര ഹെവി വയലൻസാണ് സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അത് പോരാഞ്ഞിട്ട് 7ഓളം മിനിറ്റ് ഇനിയും ഇതിലും ഭയാനകമായ കുറേ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡും. അപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ടാണ് OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത്. ഇനി സിനിമയുടെ മെയിൻ ഉണ്ണി മുകുന്ദനാണ്. അദ്ദേഹം മാസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വലിയ ഡയലോഗോ വലിയ ഇമോഷണൽ സീൻസോ അങ്ങനെയൊന്നുമില്ല. ഓൺലി ആക്ഷൻ പാക്ഡ് ആണ്. ആക്ഷൻ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ഫിസിക്കും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് ഈ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആക്ഷനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെ സിനിമയ്ക്ക് വേണം. ആ ഒരു കാര്യത്തിൽ ഉണ്ണി പക്കയായിരുന്നു. എക്സലൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മറ്റ് ആക്ടേഴ്സൊക്കെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓരോ സെക്ഷനും, ഡയറക്ഷൻ, എഡിറ്റിംഗ്, മ്യൂസിക്, എല്ലാം, സിനിമോട്ടോഗ്രഫി എല്ലാം ഒന്നിനൊന്ന് മികച്ച് നിന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പേരെടുത്ത് പറയണം. ഹനീഫ് അദേനിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രവി ബസൂറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. KGFൻ്റെയൊക്കെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പുള്ളിക്കാരൻ. പിന്നെ ചന്ദ്രു സെൽവരാജാണ് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് എഡിറ്റ്. എല്ലാം ഒന്നിനൊന്ന് മികച്ച് നിന്നിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളാണ് സ്റ്റണ്ട് മാസ്റ്റർ കലൈ കിങ്സു. ബിക്കോസ് ഈ ആക്ഷൻ മൂവികളുടെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് സ്റ്റണ്ടാണ്. സ്റ്റണ്ടിനകത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ സിനിമ കയ്യിൽ നിന്ന് പോകും. ഇതിന് മുന്നുദാഹരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ബലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറി അത്ര സ്ട്രോങ് അല്ല, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആളെ പിടിച്ചിരുത്തേണ്ടത്. അപ്പോൾ സ്റ്റണ്ടിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ സ്റ്റണ്ട്സും അസാധ്യമായിട്ടുള്ള കൊറിയോഗ്രഫി ആയിരുന്നു. അമാനുഷികത നിറഞ്ഞതോ അവിശ്വസനീയമായ രീതിയിലുള്ള ഏറി പറന്നു പോകില്ല, അങ്ങനെയുള്ള കത്തിയായിട്ടുള്ള ഒരു സ്റ്റണ്ട്സും ഇല്ല. വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റണ്ട്സാണ് ഇതിനകത്ത് പോകുന്നത്. അതിനകത്ത് തന്നെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചുള്ള സ്റ്റണ്ടുണ്ട്. ഏകദേശം ഒരു സിംഗിൾ ഷോട്ട് പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. ഒരു 2 മിനിറ്റോളം ദൈർഘ്യം വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 10-100 പേര് മുമ്പിൽ വന്നാലും അടിച്ചിട്ട് കഴിയുമ്പോൾ അത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ് കലൈ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. താങ്കൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. ഫാമിലി ആ ഏരിയ പോകണ്ട, മാനസികമായിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരൊന്നും ആ ഏരിയയിലോട്ടേ പോകണ്ട. ഇത് നിങ്ങൾക്കുള്ള പടമല്ല. വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരും, ഹെവി ബ്രൂട്ടൽ വയലൻസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വയലൻസ്, ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സമീപിക്കാം. നിങ്ങൾ നിരാശരാക്കില്ല.